തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും. ഇന്നു തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് ഷെഡ്യൂൾ ചെയ്തു എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. PR സുനിൽ നമുക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും. കൂടുതൽ വിവരങ്ങളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങൾക്കിനി അങ്ങോട്ട് ചൂട് പിടിച്ചു തുടങ്ങുകയാണ്. നിർണായകമായ വാർത്താ സമ്മേളനം ഇന്ന്. തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള വിവരം വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് തന്നെ പ്രഖ്യാപനം വന്നേക്കാം. വാർത്താ സമ്മേളനം ഉച്ചയ്ക്കു ശേഷം ഉണ്ടാകും എന്നുള്ള വിവരമാണ് PR സുനിൽ ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നത്. 11 മണിക്കു ശേഷമുള്ള യോഗത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും. ഒറ്റഘട്ടമായിട്ടായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയുന്നു. 15-ാം തീയതിക്ക് ശേഷം, ഏപ്രിൽ 15-ന് ശേഷമായിരിക്കും മിക്കവാറും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയെന്നറിയുന്നു. PR സുനിൽ അല്പസമയത്തുള്ളിൽ നമുക്കൊപ്പം ജോയിൻ ചെയ്യും. വളരെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം 11 മണിക്ക്, പ്രഖ്യാപനം ഇന്നു തന്നെ ഉണ്ടാവും. വാർത്താ സമ്മേളനം ഉച്ചയ്ക്കു ശേഷം എന്നുള്ള വളരെ നിർണായകമായ വിവരമാണ് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരിലേക്ക് അറിയിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഇന്നു തന്നെ ഉണ്ടായേക്കും എന്നുള്ള വിവരം വരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം ഇങ്ങെത്തുകയാണ്. ഇന്നറിയാം എന്നാണ് വോട്ടെടുപ്പ്, ഇന്നറിയാം എന്നാണ് ജനവിധി. ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ള വിവരം വരുന്നു. PR സുനിൽ, വാർത്താ സമ്മേളനം നിശ്ചയിച്ചോ? ഉറപ്പിക്കാമോ? അരുൺ, ഇന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ഏതായാലും അത് സംബന്ധിച്ച കൃത്യമായ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിന്റെ സമയം തീരുമാനിച്ചിട്ടില്ല. 11 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഫുൾ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും സമയം മാധ്യമങ്ങളെ അറിയിക്കുക. ഏതായാലും ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള കൂടിയാലോചനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തുടരുന്നുണ്ട്. 11 മണിക്ക് ഫുൾ കമ്മീഷൻ മീറ്റിംഗ് ചേരും. ആ മീറ്റിംഗിന് ശേഷമായിരിക്കും എത്ര മണിക്കായിരിക്കും വാർത്താ സമ്മേളനം നടക്കുക എന്ന കാര്യം പ്രഖ്യാപിക്കുക. ഏതായാലും സാധാരണ നമുക്കറിയാം, വൈകിട്ട് 3 മണിക്കോ 3:30 മണിക്കോ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനങ്ങൾ നടക്കാറുള്ളത്. രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ചേരും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കോ 3:30 മണിക്കോ വാർത്താ സമ്മേളനം വിളിക്കുന്നതാണ് പതിവ്. ഏതായാലും ആ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തവണയും ഒരുപക്ഷെ 3 മണിക്കോ 3:30 മണിക്കോ ആയിരിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. പക്ഷേ അത് ഇന്ന് തന്നെ നടക്കും എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും എന്ന വ്യക്തമായ സൂചന കമ്മീഷൻ വൃത്തങ്ങൾ നൽകുകയാണ്. അതിന്റെ ഭാഗമായുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 11 മണിക്കാണ് ഫുൾ കമ്മീഷൻ യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷം സമയം, ഷെഡ്യൂൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതിന്റെ സൂചനകൾ ലഭിക്കും. ഏതായാലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു ഘട്ടമായിട്ടായിരിക്കും ഇത്തവണയും വോട്ടെടുപ്പ് നടക്കുക. കഴിഞ്ഞ തവണയും ഏപ്രിൽ 6-ന് ഒറ്റഘട്ടമായിട്ടായിരുന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമ ബംഗാളിൽ 8 ഘട്ടമായിട്ടായിരുന്നു 2021-ൽ വോട്ടെടുപ്പ് നടന്നത്. അത് 2 ഘട്ടമായി കുറയ്ക്കണം എന്ന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഒരുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2 ഘട്ടമായി കുറയ്ക്കാനുള്ള സാധ്യതയില്ല. അതൊരു പക്ഷേ 4-ഓ 6-ഓ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അസമിൽ ഒരുപക്ഷെ 2-ഓ 3-ഓ ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. മെയ് 10-ാം തീയതിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന തരത്തിലായിരിക്കും ഷെഡ്യൂൾ എന്നുള്ള സൂചന കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. കാരണം മെയ് 7-ാം തീയതിയാണ് പശ്ചിമ ബംഗാളിലെ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുന്നത്. മെയ് 10-ാം തീയതി അസമിന്റെ കാലാവധി പൂർത്തിയാകും. കേരളത്തിന്റെ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുന്നത്, സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നത് മെയ് 23-നാണ്. അപ്പോൾ ഈ ഒരു സമയക്രമമൊക്കെ പാലിച്ചുകൊണ്ടാണ് ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. കേരളത്തിലെ വോട്ടെടുപ്പ് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഏപ്രിൽ 15-ന് ശേഷമായിരിക്കുമെന്ന സൂചന കൂടി ഇപ്പോൾ ലഭിക്കുകയാണ്. ഏതായാലും ഇന്ന് പ്രഖ്യാപനം വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം നടക്കും എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കൃത്യമായ വിവരം ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഡൽഹിയിൽ നിന്നും PR സുനിൽ നൽകുന്നത്. താങ്ക് യു PR സുനിൽ. കേരളക്കരയെ നമ്മൾ ആദ്യം അറിയിക്കുന്നു. ഇന്നു തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വിവരമാണ് വരുന്നത്. TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, നിർണായകമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം 11 മണിക്ക് ചേരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ 5 സംസ്ഥാനങ്ങളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. ഏപ്രിൽ 15-ാം തീയതിക്ക് ശേഷം, വിഷുവിന് ശേഷം തിരഞ്ഞെടുപ്പ് എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ TV പ്രസാദ്, ഇന്ന് പ്രഖ്യാപനമുണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുന്നു. നമ്മളും റെഡിയല്ലേ, സെറ്റല്ലേ? നമ്മുടെ റിപ്പോർട്ടർമാർ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. റിപ്പോർട്ടർ ആർമി ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതിനകം തന്നെ ഫീൽഡിലാണ് അവർ. ഒരുപാട് രാഷ്ട്രീയ വാർത്തകൾ അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടറാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി സജീവമായ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെയും പ്രചരണത്തിന്റെയും വാർത്തകൾ എത്തിക്കാൻ ടീം റിപ്പോർട്ടർ ഈസ് റെഡി. TV പ്രസാദ്, എല്ലാം റെഡിയല്ലേ? ഉറപ്പായും അരുൺ, അരമണിക്കൂർ നേരത്തെ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. നേരത്തെ തന്നെ റെഡിയാണ്. ഏത് നിമിഷവും പ്രഖ്യാപിക്കും എന്നറിയാമായിരുന്നു. അത്
ഇന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന തീരുമാനത്തിലേക്കാണ് വരുന്നത്. ഇന്ന് ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ്. ഉണ്ടായേക്കും എന്നാണ് നമ്മൾ രാവിലെ കരുതിയത്. ഇന്നുണ്ടാകും എന്ന തീരുമാനത്തിലേക്ക് തന്നെ വരുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2 ആഴ്ച വൈകിട്ടാണ് ഇത്തവണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അരുൺ പറഞ്ഞതുപോലെ വിഷുവിന് ശേഷം ഏപ്രിൽ 15 ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന കാര്യം ഉറപ്പായി. കാരണം എല്ലാ ക്രമീകരണങ്ങൾക്കും ഒരു മാസത്തിൽ കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു ഞായറാഴ്ച കൂടി കടന്നു വരുന്നു എന്നതാണ് അരുൺ. സാധാരണ ഈ ഞായറാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പ്രത്യേകതയുണ്ട്. ഞായറാഴ്ച ദിവസമാണ് പൊതുവിൽ ഇത്തരം പൊതുതെരഞ്ഞെടുപ്പുകളുടെ തീയതി പ്രഖ്യാപിക്കുന്നത്. വീണ്ടും ഒരു ഞായറാഴ്ച കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അരുണ് പറഞ്ഞതുപോലെ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും നേരത്തെ തന്നെ തയ്യാറാണ് എന്നുള്ളതാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും പൾസ് അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളുമായും നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞു. ആലപ്പുഴയിലെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ആദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതുപോലെ 140 മണ്ഡലങ്ങളിലെയും ഓരോ കാര്യങ്ങളും ഏറ്റവും ആദ്യം എത്തിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ എല്ലാം റെഡിയാണ്. അരുൺ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ജീവൻ മരണ പോരാട്ടമാണ് 3 മുന്നണികൾക്കും എന്നുള്ളതാണ്. UDFന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ LDF ഒരു തുടർഭരണം കാഴ്ചവെച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ അത് UDFന് കനത്ത തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ UDFന് ജീവൻ മരണ പോരാട്ടമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് സ്ഥിതി. കാരണം ഇത്തവണ ഭരണം കൈവിട്ടു പോയാൽ രാജ്യത്ത് ഒരുപക്ഷെ ഇതാദ്യമായി ഭരണത്തിൽ CPIM നേതൃത്വം നൽകുന്ന സർക്കാർ ഇല്ലാതായി പോകും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. നിലവിൽ കേരളം മാത്രമാണുള്ളത്. BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, അതുപോലെ തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചു. അങ്ങനെയെങ്കിൽ ഇത്തവണ കുറച്ച് സീറ്റെങ്കിലും, ഒരു 5 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ വലിയ നാണക്കേടായിരിക്കും BJPക്ക്. അതുകൊണ്ട് തന്നെ അരുൺ, LDF, UDF, NDA എല്ലാവരും ശക്തമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും അതേ ഉയിരോടെ അതേ ആവേശത്തോടെ ഇതാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരും. ഓക്കെ, ടീം റിപ്പോർട്ടറും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു.